കുറിച്ച് ജനങ്ങളിൽ ഭൂരിഭാഗം അവന്റെ ഹെൽത്താണ്, അവന്റെ ആരോഗ്യമാണ്. ആ ആരോഗ്യത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. കണ്ടില്ലാത്തവനെ കണ്ണിന്റെ വലയിൽ എന്ന് പറയുന്നത് പോലെ നമ്മുടെ ആരോഗ്യത്തിന് എന്തെങ്കിലും ക്ഷതം വരുമ്പോഴേ, നമ്മുടെ ആരോഗ്യത്തിന് എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴേ അതിന്റെ വില നമ്മൾ മനസ്സിലാക്കുകയുള്ളൂ. ഇപ്പൊ നമുക്ക് കുഴപ്പമൊന്നുമില്ല, നാളെ ഒരു പക്ഷേ നമ്മളും രോഗികളായേക്കാം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആരോഗ്യത്തിന്റെ വില നമ്മൾ മനസ്സിലാക്കണം. ആരോഗ്യത്തിന്റെ വിലയെ കുറിച്ച് ജനങ്ങളിൽ ഭൂരിഭാഗം ആളുകളും അശ്രദ്ധവാന്മാരാ. രണ്ടാമത്തെ മുത്തുനബി പറയുകയാ, അല്ലാഹുവിന്റെ അവന്റെ ഒഴിവ് സമയമാണ്, അവർക്ക് അല്ലാഹു നൽകിയ ഒഴിവ് സമയമാ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ ഇപ്പൊ വെക്കേഷൻ സമയത്തിലാണല്ലോ, അവർക്ക് നല്ല ഫ്രീ സമയമാണല്ലോ, ഫ്രീ ടൈം ആണല്ലോ, ഒഴിവ് സമയമാണല്ലോ. ഭൗതികപരമായ കാര്യങ്ങൾ മാത്രം പഠിപ്പിക്കാതെ അവർക്ക് ഖുർആൻ പഠിപ്പിക്കുന്ന കോഴ്സുകൾ അവൈലബിൾ ആണ്, ഹദീസ് പഠിപ്പിക്കുന്ന കോഴ്സുകൾ അവൈലബിൾ ആണ്. ഹദീസുകൾ പഠിപ്പിച്ചിട്ടില്ലെങ്കിലും ഖുർആൻ നല്ലപോലെ നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം. അതിന് നമ്മുടെ മദ്രസയിലേക്ക് പറഞ്ഞേക്കണം, അതിന് നമ്മുടെ മദ്രസയിലേക്ക് പറഞ്ഞേക്കണം. ഖുർആൻ ഓതാൻ അറിയാത്ത മക്കളാണെങ്കിൽ നമ്മൾ നാളെ മരിച്ചു കിടക്കുമ്പോ നമുക്ക് വേണ്ടി യാസീൻ ഓതാൻ നമ്മുടെ മക്കളുണ്ടാവില്ല, നമുക്ക് വേണ്ടി തബാറക ഓതാൻ നമ്മുടെ മക്കളുണ്ടാവില്ല, നമുക്ക് വേണ്ടി ഒന്ന് സത്യോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പഠിച്ചവരെ എന്റെ ഉമ്മാക്കൊന്ന് പുറത്തു കൊടുക്കണേ, എന്റെ ഉപ്പാക്കൊന്ന് പുറത്തു കൊടുക്കണേ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയാൻ നമ്മുടെ മക്കളുണ്ടാവില്ല. കാലത്തെ കുറ്റം പറയല്ലേ, കാലത്തെ പഠിച്ചാലല്ലേ, കാലം ഇന്ന് ഒന്നാണ്. സൗകര്യങ്ങളും വികസനങ്ങളും വന്നു, ടെക്നോളജികൾ കൂടി, പക്ഷേ അതിനനുസരിച്ച് കൊള്ളാതെ ഈമാനികമായി ഇസ്ലാമികമായി നമ്മൾ ജീവിക്കണേ. അതുകൊണ്ട് ഈ സമയം റസൂലുള്ള പറഞ്ഞ ഈ സമയം, ആ ഈ സമയം നല്ല ഖുർആൻ പഠിക്കുന്ന കോഴ്സുകളിലേക്ക് നമ്മുടെ മക്കളെ വിടണം. മദ്രസയിലേക്ക് പറഞ്ഞേക്കുമ്പോ ഈ സമയത്ത് നമ്മൾ ടൂറുപോയിട്ട് വിനോദങ്ങൾ ഏർപ്പെടുത്തി ക്ലാസുകൾ കട്ട് ചെയ്യില്ലേ. ഉമ്മമാരെ ഉപ്പമാരെ, അവരെ ഖുർആൻ പഠിക്കട്ടെ, പഠിക്കട്ടെ, മറ്റുള്ള ദീനീ ചൈതന്യമുള്ള കാര്യങ്ങൾ പഠിക്കട്ടെ. അതേ നമുക്ക് നാളെ ഉപകരിക്കുകയുള്ളൂ കേട്ടോ. എന്തായാലും നാളെ നമ്മൾ മരിച്ചു പോകൂലേ, കബറടക്കിയിട്ട് കുറച്ചു കാലൊക്കെ മക്കൾക്ക് ഓർമ്മ വരും. കാലകാലം ഓർമ്മ വന്ന് എല്ലാ വെള്ളിയാഴ്ചയും കൊണ്ട് ഉമ്മാ അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും യാ ഉമ്മീ, അസ്സലാമു അലൈക്കും യാ അബീ എന്ന് പൊട്ടി പൊട്ടിക്കരഞ്ഞ മനസ്സിന്റെ അകത്തലങ്ങളിൽ നിന്ന് വരുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അതേ കൊണ്ട്
വായിച്ചാലും കിട്ടാത്ത പ്രാർത്ഥനയാ, ഏത് തങ്ങന്മാര് വായിച്ചാലും കിട്ടാത്ത പ്രാർത്ഥനയാ. മക്കളെ മനസ്സിന്റെ ഉള്ളിൽ തട്ടിയുള്ള പഠിച്ചോളെന്ന് പറഞ്ഞുള്ള വിളിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളെ വേണോ? അവർക്കുള്ള ഒഴിവ് സമയത്തിന് നല്ല നല്ല കാര്യങ്ങളിലേക്ക് നമ്മൾ ഉപയോഗപ്പെടുത്തണേ. ഒഴിവ് സമയങ്ങളെ കുറിച്ച് മനുഷ്യരിൽപ്പെട്ട ഭൂരിഭാഗം ആളുകളും അശ്രദ്ധവാന്മാരാ. അതുകൊണ്ട് നമ്മുടെ സമയം നമ്മൾ കീപ്പ് ചെയ്യണേ. നല്ലൊരു ഷെഡ്യൂൾ നമ്മൾ ഉണ്ടാക്കണേ. നല്ലൊരു ഷെഡ്യൂൾ, നല്ലൊരു ടൈമിംഗ് നമുക്ക് വേണം. എല്ലാ വിഷയത്തിൽ രാവിലെ നേരത്തെ എണീക്കണം, എല്ലാ കാര്യങ്ങളും ചെയ്യാം. കുറച്ച് ഖുർആനോദനം, കുറച്ച് സ്വലാത്തനം, പിന്നെ ജോലിക്ക് പോകണം. ആ ഒരു ടൈമിംഗ് സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്താൽ സക്സസ് ആകാൻ കഴിയും. ഇസ്ലാം പറഞ്ഞതുപോലെ ഒരാൾ ജീവിക്കുന്നുണ്ടോ ജീവിതത്തിൽ അവർക്ക് പരാജയം ഏൽക്കേണ്ടി വരില്ല, ഗ്യാരണ്ടിയാ. ജീവിതത്തിൽ അവരെ തോറ്റുപോകേണ്ടി വരില്ല, തീർച്ചയായും വിജയിക്കാൻ കഴിയും. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. എന്നിട്ടോ മുത്തനബി മറ്റൊരു വിഷയം ഈ സമയത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു. അതേ മുത്തനബി പറയുകയാ, അഞ്ച് കാര്യത്തിന് മുമ്പ് നീ അഞ്ച് കാര്യം ശ്രദ്ധിച്ചോ. അഞ്ച് കാര്യം, ആ അഞ്ച് കാര്യം വരുന്നതിന്റെ മുമ്പ് നിനക്ക് അല്ലാഹു തന്ന അഞ്ച് കാര്യത്തിന് നീ മുതലാക്കിക്കോ. തങ്ങൾ പറയുകയാ, അഞ്ച് കാര്യത്തിന് മുമ്പ് നിങ്ങൾ അഞ്ച് കാര്യം ശ്രദ്ധിക്കണേ. നിന്റെ യൗവനത്തിന്റെ മുമ്പ്, നിന്റെ യൗവനത്തിനെ നീ സൂക്ഷിക്കണേ. നിന്റെ വാർദ്ധക്യത്തിന്റെ മുമ്പ് നിനക്ക് വാർദ്ധക്യം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ വാർദ്ധക്യത്തിന്റെ മുമ്പ് നിന്റെ യൗവനകാലത്തിന് മുതലാക്കണേ. എന്നിട്ട് മറ്റൊരു ഹദീസിലൂടെ പറഞ്ഞിട്ടില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ മനുഷ്യരിലെ 7 വിഭാഗങ്ങൾ ജനങ്ങൾക്ക് അതേ അല്ലാഹുവിന്റെ തലമിട്ട് കൊടുക്കുന്നതാ. ഒന്നാമത്തെ വിഭാഗം ഇമാമുന്നാദ്, നീതിമാനായ ഭരണാധികാരി എന്നാണ് അതിന്റെ അർത്ഥം. രണ്ടാമത് മുത്തനെ പറഞ്ഞ ഷാബ് അല്ലാഹുവിന്റെ വഴിയായി ജീവിച്ച യുവാവ് അല്ലെങ്കിൽ യുവതി, അല്ലാഹുവിന്റെ മാർഗത്തില് തന്റെ യൗവനത്തിന് മുതലാക്കിയവർ, അവർക്ക് നാളെ അർശിന്റെ തലയിൽ നിന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറയുകയാ, നിന്റെ യൗവനത്തിന് നീ മുതലാക്കണേ. നിന്റെ വാർദ്ധക്യത്തിന്റെ മുമ്പ് നിന്റെ ആരോഗ്യത്തിന്, നിന്റെ ലോകത്തിന്റെ മുമ്പ് നീ മുതലാക്കണേ. നിനക്കല്ലാഹു കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ രോഗം സംഭവിക്കും, തീർച്ചയാണ്. ആ രോഗം വരുന്നതിന്റെ മുമ്പ് നിന്റെ ആരോഗ്യത്തിന് നീ മുതലാക്കണേ. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. നാമത് പറഞ്ഞു അറിയാത്ത ദാരിദ്ര്യം പിടികൂടുന്നതിന്റെ മുമ്പ്, സമ്പത്ത് നശിച്ചു പോകുന്നതിന്റെ മുമ്പ്, നിന്റെ സമ്പത്തുള്ള കാലത്ത്, നിന്റെ ഐശ്വര്യകാലത്ത് നീ മുതലാക്കണേ. എപ്പോഴും നമുക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ലല്ലോ, ഉള്ള സമയത്ത് നമ്മൾ കൊടുക്കണേ. അവിടെ നമ്മൾ വിശുദ്ധ കാണിക്കണേ. നല്ലതിലേക്ക് കൈകിട്ടുമ്പോ, നല്ല സംഘത്തിലേക്ക് ക്ഷണിക്കുമ്പോ, നല്ല സംഘത്തിലേക്ക് സംഭാവന ചോദിക്കുമ്പോ നമ്മൾ കൊടുക്കാൻ മടിച്ചാ ഒരു പക്ഷേ ആ സമ്പത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ പരീക്ഷിക്കും, സംശയമില്ല. അല്ലാഹു കാത്തിരിക്കട്ടെ. അതുകൊണ്ട് നല്ല ഒരു സദസ്സാണല്ലോ, നല്ല ഒരു ഹദീസാണല്ലോ, നല്ല ഒരു സംരംഭത്തിനാണല്ലോ നമ്മുടെ യുവാക്കൾ മുന്നിട്ടിറങ്ങിയത്. അവർ ചോദിക്കുമ്പോ തന്നെ ചോദിച്ചാൽ നമ്മൾ കൊടുക്കണം, അതാണ് നല്ലത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ വിഷയത്തിലേക്ക് വരാം. എന്നിട്ട് മുത്തനബി പറഞ്ഞു, നിന്റെ
തിരക്കിന്റെ മുമ്പ് ഒഴിവ് സമയത്ത് നീ മുതലാക്കണേ. നിനക്ക് അല്ലാഹു തന്ന ഒഴിവ് സമയമുണ്ട്. ആ ഒഴിവ് സമയത്തിലെ നിന്റെ തിരക്കിന്റെ മുമ്പ് മുതലാക്കണേ. ജീവിതത്തിൽ പല സിറ്റുവേഷനിൽ പല തിരക്കുകളും അനുഭവിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ജീവിതത്തിൽ ഒരുപാട് തിരക്കുകൾ അനുഭവിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ആ തിരക്കുകൾ വരുന്നതിന്റെ മുമ്പ് നമുക്കുള്ള ഒരു സമയമുണ്ടല്ലോ, അത് മുതലാക്കണേ സ്വഹാബാ. അവസാനം മുത്തേരി പറയുകയാ, നിന്റെ ജീവിതത്തിലെ മരണത്തിന് മുമ്പ് നീ മുതലാക്കണേ. എല്ലാ ശരീരങ്ങളും മരണത്തെ ലഭിക്കുന്നതാ. ആരുമാരും ഒഴിവല്ലോ. എപ്പോഴാ, എങ്ങനെയാ, എവിടെ വെച്ചാ, ഏത് സമയത്താ, എങ്ങനെയാ ഒന്നും അറിയാത്ത ഒന്നുണ്ടെങ്കിൽ മരണമാ. അല്ലേ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് 5 കാര്യത്തിനെ കുറിച്ച്. 5 കാര്യം അല്ലാഹുവല്ലാതെ മറ്റൊരാൾക്കും അറിയൂല. അതേ അതിൽപ്പെട്ട ഒന്നാണ് ഏത് ഭൂമിയിൽ വെച്ചാ മരിക്കുക എന്ന് ഒരാൾക്കും പറയാൻ കഴിയൂല. പക്ഷേ നമ്മുടെ നാട്ടിൽ ജനിച്ചിട്ട് സൗദിയിൽ മരണപ്പെട്ട എത്ര ആളുകൾ നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്. നമ്മുടെ നാട്ടിൽ ജനിച്ചിട്ട് ഇവിടെ അല്ലാതെ മറ്റ് വിദേശ രാജ്യങ്ങളിൽ മരണപ്പെട്ടു പോയ എത്ര ആളുകളുണ്ട്. അതുകൊണ്ട് അതുപോലെ എല്ലാ സമയത്തും മരണം. ആ മരണം എന്ന് സിംഹക്കുട്ടി നമ്മുടെ പിന്നാലെയുണ്ട്. അത് വരുന്നതിന്റെ മുമ്പ് ജീവിതത്തിനെ മുതലാക്കണേ. നല്ല നല്ല കാര്യത്തിലേക്ക് വിളിക്കുമ്പോ പങ്കെടുക്കണേ. നല്ല വയലിന്റെ മജിലിസിലേക്ക് ക്ഷണിക്കുമ്പോ വരണേ. നല്ല ഹൽക്കകൾ സംഘടിപ്പിക്കുമ്പോ വരണേ. സ്വലാത്തിന്റെ മജിലിസ് നമ്മുടെ മാസത്തിൽ നമ്മുടെ പള്ളിയിൽ നടക്കുമ്പോ അതിനെങ്കിലും ഇരിക്കാനുള്ളൊരു മനസ്സ് നമ്മൾ കാണിച്ചില്ല എങ്കിൽ നമ്മൾ നമ്മുടെ സമയത്തോട് എന്ത് അഡ്ജസ്റ്റ്മെന്റ്, എന്തൊരു പ്രതിബദ്ധതയാണ് നമ്മൾ പുലർത്തുന്നത്. മാസത്തിൽ നടക്കുന്ന സ്വലാത്ത് മജ്‌ലിസ്, ആണ്ടിൽ നടക്കുന്ന വയലിന്റെ മജ്‌ലിസ്, ഇതിലൊന്നും പങ്കെടുക്കാതെ തിരക്കാണെന്ന് പറഞ്ഞ് നടക്കുന്ന നമ്മള് അതിൽ പെട്ടുപോകും. സംശയം വേണ്ട. നല്ലതിലേക്ക് നമ്മൾ പോയേട്ടുണ്ട്. നല്ല കാര്യങ്ങൾ നമ്മളെ തേടി വരില്ല. നമ്മൾ നല്ല കാര്യങ്ങൾ അങ്ങോട്ട് തേടി പോകണം. ഇന്നെന്തൊരു സുഖമാ, നല്ലതിലേക്ക് പങ്കെടുക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട്. പണ്ടത്തെ പോലെ എല്ലാത്തിനും സൗകര്യമേറെയുള്ളൂ. എന്നിട്ടും നമ്മൾ വിനോദ കാണിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്കുള്ള അപകട സൂചനയാ. ഏത് മജ്‌ലിസാണെങ്കിലും ഏത് സ്വലാത്തിന്റെ മജ്‌ലിസാണെങ്കിലും അവിടെ കൂടുതലുള്ളത് 50 വയസ്സിന് മുകളിലുള്ളവരാ. ഇവിടെ പോയി നമ്മുടെ യുവസമൂഹം, ഇവിടെ പോയി നമ്മുടെ യുവാക്കള്, അവരാണ് വിജയിപ്പിക്കേണ്ടത്. അവരല്ലേ ഹൈറാത്തിലേക്ക് വരേണ്ടത്. എനിക്കും നിങ്ങൾക്കും ഒക്കെ വാർദ്ധക്യം വരാനുള്ളത്. ആ വാർദ്ധക്യം വരുന്നതിന്റെ മുമ്പ് നമ്മുടെ യൗവനത്തെ പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നമുക്കുള്ള നല്ല നല്ല സമയങ്ങൾ ഹൈറാത്തിലേക്ക് നമ്മൾ തിരിച്ചുവിടുക. അതിനുള്ള ഏറ്റവും നല്ല മരുന്നാണ് നിയ്യത്ത്. നിയ്യത്ത് നന്നായാൽ നമ്മുടെ എല്ലാ സമയത്തും ഹൈറിലേക്ക് ഉപയോഗിക്കാൻ പറ്റും. നിയ്യത്ത് നമ്മുടെ ജീവിതത്തിൽ നന്നാക്കണം. സഹീഹ് ബുഖാരിയുടെ ആദ്യത്തെ ഹദീസ് തന്നെ ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ. സഹീഹ് ബുഖാരി എന്ന് പറഞ്ഞാൽ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും മൂല്യവത്തായ ഗ്രന്ഥം. ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ തെളിവ് നോക്കുന്നത് ബുഖാരിയിലാണ്. അത് ഒന്നാമത്തെ ഹദീസ് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ. ഏതൊരു ആൾക്കും
നീയത്ത് നന്നാക്കിയാൽ അവനിക്ക് അതുകൊണ്ട് ഒരുപാട് പ്രയോജനം. ഏതൊരു അമലിനും അതിന്റെ അടിത്തറ നീയത്താണ്. ഇപ്പൊ നമ്മൾ വയലിന് വന്നു, എന്താ ആ നീയത്ത്? ചെങ്ങന്മാരെ വിളിച്ചത് ഇനി പോകാൻ പറ്റില്ല എന്നാണെങ്കിൽ ആ കുരുണ്ടാവും. അല്ല, നല്ല വയലിന്റെ പരീക്ഷ എന്തെങ്കിലും ഒന്ന് കേട്ട് ജീവിതത്തിൽ ഉപകാരം കിട്ടട്ടെ എന്ന നീയത്താണെങ്കിൽ നമ്മൾ ചെലവഴിക്കുന്ന ഓരോ സെക്കൻഡുകളും രാവിലെ ജോലിക്ക് പുറപ്പെടുന്ന വാപ്പ നീ സഹോദരൻ ജോലിക്ക് പോകുമ്പോ അടച്ചോനെ ഞാൻ ഈ ജോലിക്ക് പോകുന്ന എന്റെ പ്രിയപ്പെട്ട പത്നി, എന്റെ ഭാര്യ, എന്റെ മക്കൾ, എന്റെ കുടുംബം, എന്റെ ഉമ്മ ഉപ്പ അവരെ നോക്കാനാണ്, അവരെ പരിപാലിക്കാനാണ് ഞാൻ പോകുന്നത് എന്നൊരു നല്ല നീയത്താണെങ്കിൽ അവനിക്കത് അത് മതി. അത് ആ സമയം മുഴുവനും അവൻ നന്മയിലാണ്. പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങൾ പാചകം ചെയ്യുന്ന ഓരോ മിനിറ്റുകളും എങ്ങനെ ഇബാദത്താക്കി മാറ്റാം നമ്മൾ ചിന്തിക്കുക. പഠിച്ചോനെ, ഞാൻ ഈ പാചകം ചെയ്യുന്നത് എന്റെ ഭർത്താവ്, എന്റെ മക്കൾ, എന്റെ ഉമ്മ, എന്റെ ഉപ്പ അവർക്ക് ഭക്ഷണം കഴിക്കാനാണ് എന്നുള്ള നല്ല നീയത്തോടുകൂടെയാണെങ്കിൽ ആ സമയം മുഴുവനും നിങ്ങൾക്ക് നല്ലതായിരിക്കും, നന്മയിലായിരിക്കും. അങ്ങനെ ഓരോ സെക്കൻഡുകളും നന്മയാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. കുറഞ്ഞ കാലം ദുനിയാവിലുണ്ടാവുള്ളൂ, ശാശ്വതമായില്ലല്ലോ. നമ്മളൊക്കെ മരണപ്പെട്ടു പോവേണ്ടവർ നൽകട്ടെ. നമ്മളൊക്കെ മരണപ്പെട്ടു പോകാൻ നല്ല സമയം ഹൈറാത്തിലേക്ക് നമ്മൾ ഉപയോഗിക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. തങ്ങൾ പറഞ്ഞു, 5 കാര്യങ്ങൾക്ക് മറുപടി പറയാതെ നാളെ മനുഷ്യരുടെ 8 മിനിറ്റ് പോയില്ല. 5 കാര്യങ്ങൾക്ക് മറുപടി പറയാതെ അടി മുന്നോട്ട് വെക്കാൻ പറ്റൂല. തങ്ങൾ പറഞ്ഞു, 5 കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാതെ ആദമിന്റെ മക്കളോട് മുന്നോട്ട് കൊണ്ടുപോവാൻ അല്ലാഹു സമ്മതിക്കൂല. ഒന്നാമതായി പറയുന്നത് അവന്റെ സമയത്തെ കുറിച്ച്, അവന്റെ ആയുസിനെ കുറിച്ച്. അവന്റെ ആയുസ് എന്തിനാ അവൻ ചെലവഴിച്ചത്, അവന്റെ ആയുസ് എന്തിനാ അവൻ ചെലവഴിച്ചത് എന്നതിനെ കുറിച്ച് ചോദിക്കാതെ ഒരടി മുന്നോട്ട് പോകാൻ അല്ലാഹു സമ്മതിക്കൂല. രണ്ടാമത്തതാണ് ശബാബേ ഫീമാ അബ്ലാ. അവന്റെ യൗവനമുണ്ടല്ലോ, അവന്റെ ചുറുചുറുക്കുള്ള യൗവനമുണ്ടല്ലോ, ആ യൗവനം എന്തിനാണ് ചെലവഴിച്ചത് എന്ന് ചോദിക്കാതെ അവന്റെ പാദത്തിനെ അവനെ മുന്നോട്ട് വെക്കാൻ അല്ലാഹു സമ്മതിക്കൂല. മൂന്നാമത് പറയുകയാ, സമ്പത്തിനെ കുറിച്ച് 2 ചോദ്യമുണ്ട്. ഒന്നാമത്തെ ചോദ്യം, എവിടെ നിന്നാണ് സമ്പത്ത് സമ്പാദിച്ചത്, എവിടെ നിന്നാ സമ്പാദിച്ചത് ഒരു ചോദ്യം. മൂന്നായി, നാലാമത് ആ സമ്പാദിച്ച സമ്പാദ്യം എന്തിനാവൻ ചെലവഴിച്ചത്. ആ 4ാമത്തെ ചോദ്യം കഴിഞ്ഞ് അവസാനം അവനോട് ചോദിക്കുന്നത് ഒരുപാട് വിജ്ഞാനങ്ങൾ പഠിച്ചിട്ടുള്ളവരാണ് ഞാനും നിങ്ങളും. ഒരുപാട് അറിവുകൾ പഠിച്ചവരാ, ഒരുപാട് അറിവുകൾ കേട്ട് മനസ്സിലാക്കിയവരാ. ആ കേട്ട് മനസ്സിലാക്കിയ അറിവനുസരിച്ച് എന്തേ അവൻ പ്രവർത്തിച്ചത്. ഇങ്ങനെ തുടങ്ങി 5 ക്വസ്റ്റ്യൻ. ആ 5 ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ഒരടി മുന്നോട്ട് വെക്കാൻ ആദമിന്റെ മക്കളെ സമ്മതിക്കൂല. അതുകൊണ്ട് നമുക്ക് അല്ലാഹു തന്ന നല്ല സമയമുണ്ടല്ലോ, അല്ലാഹു നമുക്ക് നൽകിയ നല്ല സമയമുണ്ടല്ലോ, ആ നല്ല സമയത്തിലെ നല്ലതിലേക്ക് നമ്മൾ തിരിച്ചുവിടണേ, നല്ലതിലേക്ക് നമ്മൾ തിരിക്കണേ. സ്വർണം നഷ്ടപ്പെട്ടാൽ നമുക്കത് വീണ്ടെടുക്കാം, സമ്പത്ത് നഷ്ടപ്പെട്ടാൽ നമുക്ക് വീണ്ടെടുക്കാം. നമ്മുടെ വിലപിടിക്കുള്ള എന്തെങ്കിലും വസ്തുക്കൾ നഷ്ടപ്പെട്ടാൽ അത് വീണ്ടെടുക്കാൻ പക്ഷേ നമുക്ക് സാധിച്ചേക്കാം. നമ്മുടെ 1 മിനിറ്റ് സമയം നഷ്ടപ്പെട്ടാൽ, 1 മണിക്കൂർ സമയം നഷ്ടപ്പെട്ടാൽ, 1 ദിവസം നഷ്ടപ്പെട്ടാൽ, 1 സെക്കൻഡ് ബാക്കിലായാൽ അത് വീണ്ടെടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയൂല. കോടി 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 രൂപ കൊടുത്താലും 1 മിനിറ്റ് സമയത്തിനെ ഇങ്ങോട്ട് ആക്കാൻ
നമ്മൾ കൊണ്ട് കഴിയൂല. അതല്ലേ വയസ്സായ ആളുകളൊക്കെ പാടുവല്ല, പഠിച്ചവരെ ഞങ്ങളെ യൗവനമൊന്ന് തിരിച്ച് കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേ, ഞങ്ങളെ ജീവിതമൊന്ന് തിരിച്ചു കിട്ടിയെങ്കിൽ എത്ര നന്നായിരുന്നേ. ഇല്ല ഇല്ല, സമയം കഴിഞ്ഞു പോയി. അത് വീണ്ടെടുക്കാൻ നമ്മുടെ സമ്പത്തിനെ കൊണ്ട് കഴിയൂല, അത് വീണ്ടെടുക്കാൻ ഒന്നിനെ കൊണ്ടും കഴിയൂല. നഷ്ടപ്പെട്ടത് തന്നെ. അതുകൊണ്ട് നമ്മൾ ഇന്ന് ജീവിക്കുന്ന പ്രസന്റിൽ ആ പ്രസന്റ് എങ്ങനെ നമ്മൾ യൂസ്ഫുള്ളായി ഉപയോഗിക്കാം. പാസ്റ്റ് കഴിഞ്ഞു പോയി, ഫ്യൂച്ചർ വരുമോ നമുക്കറിയൂല. എന്തിനാ നമ്മൾ ടെൻഷൻ അടിക്കുന്നത്? പാസ്റ്റ് കഴിഞ്ഞു പോയി, ഇതിനെ കുറിച്ച് ആലോചന വേണ്ട. ഫ്യൂച്ചർ ഉണ്ടാകുമോ നമുക്കറിയൂല, അതിനെ കുറിച്ചും ചിന്തിക്കണ്ട. ഇപ്പൊ ഉള്ള സമയം, ആ സമയത്തിന് നല്ലതിലേക്ക് തിരിച്ചാൽ നമുക്കും രക്ഷപ്പെടാൻ നല്ല താഴ്വാരത്തിലൂടെ അരുവികളൊഴുകുന്ന ആ ശിവലോക സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിനാണ് ഞാനും നിങ്ങളും അധ്വാനിക്കുന്നത്. ആ ശിവലോക സ്വർഗത്തിൽ പലകാലം ശാശ്വതമായി ജീവിക്കേണ്ട സ്വർഗം. ആ സ്വർഗത്തിനാണ് നമ്മൾ അനുസരിക്കുന്നത്. ആ സ്വർഗത്തിനാണ് നമ്മൾ ചൂടുകാലത്തും നോമ്പ് നോക്കുന്നത്. ആ സ്വർഗത്തിനാണ് ലക്ഷങ്ങൾ ചിലവഴിച്ച് ഹജ്ജിനും ഉംറക്കും പോകുന്നത്. ആ സ്വർഗത്തിനാ ഉള്ളതിൽ നിന്ന് നമ്മൾ സകാത്തും സദഖയും കൊടുക്കുന്നത്. ഇങ്ങനെ തുടങ്ങി എല്ലാം അതിനല്ലേ. അതുകൊണ്ട് നമുക്കുള്ള ഈ സമയം അത് നല്ല രൂപത്തിൽ ഉപയോഗിക്കണേ ഉമ്മമാരെ, നല്ല രൂപത്തിൽ ഉപയോഗിക്കണേ ഉപ്പമാരെ. നമ്മുടെ സമയങ്ങൾ പള്ളിയിൽ കൂടുതൽ ചെലവഴിക്കാൻ നമ്മൾ മുന്നോട്ട് വരണം. അല്ലേ മുസ്ലിം പറഞ്ഞത്, അല്ലാഹു ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം, അല്ലാഹു ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം പള്ളികളാ. ഏറ്റവും ദേഷ്യമുള്ള സ്ഥലം അങ്ങാടികളാ. അതുകൊണ്ട് അങ്ങാടി ഇരിക്കണ്ട എന്നല്ല, അത്യാവശ്യത്തിന് ഇരിക്കാം. നമുക്ക് കൂടുതൽ സമയം പള്ളിയുമായി, നല്ല മജ്‌ലിസുമായി, ദിക്റുകളുമായി, സ്വലാത്തുകളുമായി എപ്പോഴും നമ്മുടെ നാവിൽ നിന്നും ഇങ്ങനെ ദിക്റുകളും സ്വലാത്തുകളും ഇങ്ങനെ മന്ത്രിച്ചാൽ നാളെ മരിക്കുന്ന സമയത്ത് ഈമാനോ നല്ല റാഹത്തോ നമുക്ക് ലോകത്ത് നിന്ന് വിട പറയാമല്ലോ. നൽകട്ടെ. അമ്രുബ്നു ആസ് റളിയല്ലാഹു ചരിത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാ. മരിക്കാൻ നേരത്ത് ഇങ്ങനെ ചാരിക്കിടക്കുമ്പോ മക്കളിങ്ങനെ അരികിലൂടെ പറയുന്നു, അരികിലൂടെ വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, അല്ല ഉപ്പാ, എന്തിനാ നിങ്ങൾ ഇങ്ങനെ വിഷമിക്കുന്നത്? എന്തിനാ നിങ്ങൾ ഇങ്ങനെ കരയുന്നത്? ആ സമയത്ത് എന്ന് പറയുകയാ, എന്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട 3 സമയങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട 3 സമയങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒന്നാമത്തെ സമയമേതെന്ന് അറിയുമോ? അതാ ഞാൻ അന്ധകാരത്തിൽ ജീവിച്ച സമയമാ. ഞാൻ മുസ്ലിമല്ലാതെ ജീവിച്ച സമയമാ. ഞാൻ മുത്തുനബിയെ കുറ്റം പറഞ്ഞ് ജീവിച്ച സമയമാ. മുത്തുനബിയെ ഈബത്ത് പറഞ്ഞ ദിവസമാ. മുത്തുനബിയെ കളിയാക്കിക്കൊണ്ട് ജീവിച്ച ദിവസങ്ങളാ. ആ ദിവസങ്ങൾ മടങ്ങി വരരുതേ എന്നാണ് എന്റെ ആലോചന. എന്ന് പറഞ്ഞു. രണ്ടാമത് ഞാൻ ജീവിച്ച സമയമേതെന്ന് അറിയുമോ? എന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് തങ്ങളോട് കൂടെ ഞാൻ ജീവിച്ച സമയമാ. പറഞ്ഞ് റസൂലുള്ളാഹിനോട് കൂടെ ഒപ്പമിരുന്ന് ഞാൻ ജീവിച്ച സമയമാ. എന്റെ ജീവിതത്തിൽ ഞാൻ ചെലവഴിച്ച രണ്ടാമത്തെ സമയമെന്ന് പറയുകയാ. മൂന്നാമത്തെ ഞാൻ ജീവിച്ച സമയം പറയുമോ?
ഒന്നാമതായി പറഞ്ഞത് ഇന്ന് ഒരുപാട് സ്ഥലത്ത് ഗവർണറായി നിശ്ചയിച്ചിട്ടുണ്ട്. ഒരുപാട് സ്ഥലത്തിന് ഗവർണറായി നിശ്ചയിച്ചിട്ടുണ്ട്. വലിയൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്തതാണ് ഞാന്. അതുമായി മരിക്കരുത് എന്നായിരുന്നു എന്റെ ആഗ്രഹം. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, മരണപ്പെട്ടു പോയാൽ എന്നെ കബറടക്ക് നിങ്ങൾ ഒട്ടകത്തിന് അറുത്ത് മാംസം ചെയ്യുന്ന സമയം അവിടെ ചെലവഴിച്ച് നിങ്ങൾക്ക് ദുആ ചെയ്യണം. അതാണ് റളിയല്ലാഹു തആല പറഞ്ഞത്. ജീവിതത്തിൽ സുപ്രധാന 3 സമയങ്ങളിൽ സാക്ഷ്യം വഹിച്ച നേതാവാണ്. അതുകൊണ്ട് സമയത്തിൽ നമ്മൾ നല്ല രൂപത്തിൽ ചെലവഴിച്ച് നല്ല രൂപത്തിലായി ജീവിച്ച് നല്ലതോടെ ആളാഗ്രത്തിലേക്ക് മടങ്ങാം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ നാട്ടിൽ ഈ അടുത്ത് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളാണ്. ഞാൻ അടക്കം ശുശ്രൂഷടക്കം നമ്മുടെ നാട്ടിൽ നിന്ന് മരണപ്പെട്ട ഒരുപാട് ആളുകൾ അവരോടൊപ്പമാണ്. ജന്നാത്തുൽ നഈമിൽ അല്ലാഹു ഒരുമിപ്പിക്കട്ടെ. അല്ലാഹു നമ്മുടെ മജ്‌ലിസിൽ കബൂലാക്കട്ടെ.